ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, അതായത് CFA എന്ന കോഴ്സിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഫിനാൻസ്, കൊമേഴ്സ് മേഖലയിൽ പല രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസുമുണ്ട്. CMA USA, CMA India, CA, FRM, CPA അങ്ങനെ പല പല കോഴ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ CFA എന്ന കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നല്ല രീതിയിലുള്ള കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന കാര്യം തന്നെയാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് CFA എന്നുള്ള കോഴ്സിനെ കുറിച്ച് പല കൂട്ടുകാർക്കും അറിയാൻ താല്പര്യമുണ്ട്. കോഴ്സിൻ്റെ കോണ്ടന്റും സ്കോപ്പും ഫീസും റോൾസും എലിജിബിലിറ്റിയും അങ്ങനെ പല പല കാര്യങ്ങൾ. സോ ഇന്ന് നമുക്ക് ഓരോ കാര്യത്തെക്കുറിച്ചും അല്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. കാരണം ഈ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് അത്ര കോമൺ ആയിട്ട് എല്ലാവരും നൽകുന്ന ഒരു കോഴ്സല്ല, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. സോ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഈ കോഴ്സ് നൽകുന്നത് എന്ന കാര്യവും ഒബ്വിയസ്ലി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് അറിയേണ്ടത് ഈ CFA എന്നുള്ള കോഴ്സ് മെയ്ഡ് ഇൻ USA ആണ്. ബാക്കിയുള്ള പല സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, എസ്പെഷ്യലി ഫിനാൻസ് മേഖലയിലുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് പോലെ തന്നെ ഈ ഒരു സർട്ടിഫിക്കേഷനും ചാർട്ടേഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. ഇത് USA നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ, ഇതിൻ്റെ മെയിൻ സെൻറ്ററും അവിടെ തന്നെയാണ്. അതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ടത് ഇത് ഏത് രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ് എന്നുള്ളതാണ്. അതായത് ചില സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് +2 ശേഷം പഠിക്കാൻ പറ്റും, ചിലതിന് ഗ്രാജുവേഷൻ ആവശ്യമാണ്, ചിലതിന് PG പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. സോ ഈ പറയുന്ന CFA എന്നുള്ളത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണ്. അതായത് ഈ ഒരു സർട്ടിഫിക്കേഷൻ, ചാർട്ടേഡ് സർട്ടിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഗ്രാജുവേഷൻ വേണം എന്നർത്ഥം. സോ കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മനസ്സിലാക്കാം. സോ ഈ ഒരു ചാർട്ടേഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഫോക്കസ് എന്നുള്ളത് മെയിനായിട്ട് 3 കാര്യമാണ്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റും, രണ്ടാമത്തത് ഫിനാൻഷ്യൽ അനാലിസിസും, അതോടൊപ്പം മൂന്നാമത്തത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റുമാണ്. സോ ഈ 3 കാര്യങ്ങളാണ് തീർച്ചയായിട്ടും CFA എന്നുള്ള ചാർട്ടേഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഫോക്കസ് എന്നുള്ളത്. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് 3 ലെവലിലുള്ള കാര്യങ്ങളാണ് CFAയിൽ നിങ്ങൾ എലിജിബിൾ ആകേണ്ടത്. സോ ഈ 3 ലെവലിൽ 3 രീതിയിലുള്ള ലെയേഴ്സാണുള്ളത്. 3 ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ ലെയറിലും ഓരോ സെറ്റ് ഓഫ് സബ്ജക്ട്സ് ഉണ്ട്. സോ ഏതൊക്കെയാണ് ഈ സബ്ജക്റ്റുകൾ എന്നത് കൂടി തീർച്ചയായിട്ടും പറയാം. അതായത് ലെവൽ 1-ൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, എക്കണോമിക്സ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, കോർപ്പറേറ്റ് ഫിനാൻസ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഫിക്സഡ് ഇൻകം, ഡെറിവേറ്റീവ്സ്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതോടൊപ്പം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റുകളൊക്കെ വരും. ലെവൽ 2-ൽ ഡീപ്പർ ഫോക്കസ് ആണ് മെയിനായിട്ടും വാല്യുവേഷൻ, ഫിക്സഡ് ഇൻകം, ഡെറിവേറ്റീവ്സ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഈ കാര്യങ്ങൾ വരും. ലെവൽ 3-ലാണെങ്കിൽ അഡ്വാൻസ്ഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, വെൽത്ത് പ്ലാനിംഗ്, അതോടൊപ്പം എത്തിക്സ്. സോ ഇങ്ങനെയാണ് 3 ലെവൽസ് ഉള്ളത്. സോ ഈ 3 ലെവൽസിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് 2.5 മുതൽ 4 വർഷം വരെയുള്ള കാലയളവിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പൊതുവെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടത്. സോ ഈ ഓരോ ലെവലിലും നിങ്ങളുടെ ഏത് രീതിയിലുള്ള കഴിവുകളാണ് അളക്കാൻ പോകുന്നത്. മെയിനായിട്ടും ഫിനാൻഷ്യൽ സ്കിൽസും അതോടൊപ്പം എത്തിക്സുമാണ്. സോ വെറും ഫിനാൻഷ്യൽ സ്കിൽസ് മാത്രമല്ല, ഈ സ്കിൽസ് ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന കാര്യം കൂടി പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പഠിച്ചാൽ മാത്രമല്ല, അത് നിങ്ങൾക്ക് എക്സാമിനേഷനിൽ കൂടി അറിയിച്ചു കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത സെഗ്മെൻ്റ് എന്നുള്ളത് എലിജിബിലിറ്റിയാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഗ്രാജുവേഷൻ വേണം, അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. അത് ഏത് ഡിസിപ്ലിൻ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് ഇൻ യുവർ ബാച്ചിലേഴ്സ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു CFA കോഴ്സിന് എൻറോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം അറിഞ്ഞിരിക്കേണ്ടത് 4000 hours, അതായത് 4000 മണിക്കൂറിൻ്റെ റെലവൻറ്റ് എക്സ്പീരിയൻസ് കൂടി വേണം എന്നുള്ളതാണ്. അതായത് അറ്റ്ലീസ്റ്റ് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് CFA എന്നുള്ള കാര്യം എക്സാമിനേഷൻ പാസ്സായാൽ മാത്രം പോരാ,
മറിച്ച് 4000 ഹവേഴ്സിൻ്റെ റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് കൂടി വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഈ ഒരു നമ്പർ ഓഫ് വർക്ക് എക്സ്പീരിയൻസ് അവേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഏൺ ചെയ്താലും മതി എന്നർത്ഥം. അതായത് നേരത്തെ പറഞ്ഞ 2.5 മുതൽ 4 വർഷം വരെ എടുക്കുന്നു ഈ CFA എന്നുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് മെയിനായിട്ടുള്ള ആ ഒരു റെലവൻറ്റ് എക്സ്പീരിയൻസ് നേടുന്നതിൽ കൂടി ഈ പറയുന്ന 4000 മണിക്കൂർ ഫില്ല് ചെയ്യാനും പറ്റും. അത് നിങ്ങളുടെ CFA എന്നുള്ള ആ സർട്ടിഫിക്കേഷൻ്റെ റിക്വയർമെൻറ്റിൻ്റെ ഫുൾഫിൽമെൻറ്റിന് കൂടി ഉപയോഗിക്കാൻ പറ്റും എന്നർത്ഥം. അതോടൊപ്പം വേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ പാസ്പോർട്ട് നിങ്ങളുടെ വേണം എന്നുള്ളതാണ്. ഇനി അടുത്തത് സ്കോപ്പാണ്. എന്താണ് നമ്മുടെ CFA സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ സ്കോപ്പ് എന്നുള്ളത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്വിയസ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്നുള്ളത് വളരെ ക്രീമി ആയിട്ടുള്ള ഒരു കരിയർ മേഖലയാണ്. അതുകൊണ്ട് തന്നെ നല്ല കഴിവുള്ള സ്കിൽഫുള്ളായ കേപ്പബിളായ മെറിറ്റോക്രാറ്റിക്കായ കാൻഡിഡേറ്റ്സിന് വലിയ ഡിമാൻഡാണുള്ളത്. അത് CFA ക്യാപ്ചർ ചെയ്ത പഠിച്ച കയ്യിലുള്ള ഗ്രാജുവേറ്റ്സിന് നല്ല രീതിയിലുള്ള ഒരു കരിയർ ഗ്രോത്തും ഫിനാൻഷ്യൽ കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ഇക്വിറ്റി റിസർച്ച്, റിസ്ക് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ കൺസൾട്ടിങ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് CFA പഠിച്ചത് കൊണ്ട് കരിയർ കണ്ടെത്താൻ പറ്റും എന്ന കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കാം. പിന്നീട് അറിഞ്ഞിരിക്കേണ്ടത് CFA കോഴ്സിൻ്റെ ഗ്ലോബൽ റെക്കഗ്നിഷനാണ്. അതായത് 160 രാജ്യങ്ങളിലധികം ഈ കോഴ്സിന് അംഗീകാരമുണ്ട്, റെക്കഗ്നൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതാണ്. സോ ഏകദേശം ACCAനേക്കാളും ബെറ്റർ പെനട്രേഷനുള്ള ഒരു കാര്യമാണ് CFA എന്നുള്ളത്. പെനട്രേഷൻ എന്ന് പറയുമ്പോൾ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ACC എന്നുള്ളത് കുറേ കൂടി ടാക്സേഷൻ, ഓഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ CFA എന്നുള്ളത് കുറേ കൂടി ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് കാശ് കൊണ്ട് കാശുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ACC എന്നുള്ളത് എൻ്റർലി ഡിഫറെൻറ്റ് കാര്യമാണ്. സോ രണ്ടും കൂട്ടിക്കൊഴുക്കുകയല്ല, മറിച്ച് ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യാനുള്ള ശ്രമം മാത്രമാണ് നടത്തിയത്. പിന്നീടുള്ളത് CFA പഠിച്ചാലുള്ള റോൾസുകളാണ്. പോർട്ട്ഫോളിയോ മാനേജർ, ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ്, റിസ്ക് മാനേജർ, അതോടൊപ്പം CFO പോലുള്ള വളരെ ടോപ്പ് ലെവൽ ജോബ് പൊസിഷൻസിലും തീർച്ചയായിട്ടും CFA പഠിച്ച കൂട്ടുകാർ അവരുടെ സ്ഥാനങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇനി മനസ്സിലാക്കാനുള്ളത് കമ്പയറബിൾ കോഴ്സസ് ആണ്. അതായത് CFA USA എന്നുള്ള കോഴ്സുമായി നമുക്ക് ഏതൊക്കെ കോഴ്സുകൾ ഇന്ന് മാർക്കറ്റിലുള്ള കോഴ്സുകൾ കമ്പയർ ചെയ്യാൻ പറ്റും. അതിലാദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് CA കോഴ്സ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം മെയ്ഡ് ഇൻ ഇന്ത്യ CA ആണ്. സോ ഇതിൽ ഓഡിറ്റിംഗ്, ടാക്സേഷൻ, അതോടൊപ്പം അക്കൗണ്ടിംഗ് ആണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ CFA നമുക്ക് ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വി ക്യാൻ കമ്പയർ ഇൻ എ ലെവൽ, അതായത് രണ്ടും ഒരു രീതിയിലുള്ള ചാർട്ടേഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്ന രീതിയിൽ. സോ ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും CAയുടെ പാസിംഗ് റേറ്റ് എന്നുള്ളത് വളരെ കുറവാണ്, ഈവൻ വെൻ കമ്പയർഡ് ടു CFA. രണ്ടാമത്തെ കോഴ്സ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് MBA ഇൻ ഫിനാൻസ് ആണ്. സോ ഒബ്വിയസ്ലി ഇതൊരു MBA കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് മാനേജ്മെൻ്റ് ആണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. സോ CFA പോലുള്ള കോർ ഫിനാൻസ് അല്ല, മറിച്ച് കുറേ കൂടി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്തേക്ക് MBA പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം ഇത് ഫിനാൻസുമായി അത്ര ഫോക്കസ്ഡ് അല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ്. മൂന്നാമത്തേതായി ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ്, FRM എന്നുള്ള കോഴ്സാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റിസ്ക് മാനേജ്മെൻ്റ് ആണ് ഈ കോഴ്സിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്നുള്ളത്. പക്ഷേ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. FRM കോഴ്സ് എന്നുള്ളത് ഷോർട്ടർ ഡ്യൂറേഷനുള്ള കോഴ്സാണ്. അതായത് 1.5 വർഷം മുതൽ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം 4 വർഷത്തിനുള്ളിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന കോഴ്സാണ് FRM. നാലാമത്തത് കമ്പയറബിൾ ആയിട്ടുള്ള കോഴ്സ് എന്നുള്ളത് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് CPA. ഇതും മെയ്ഡ് ഇൻ USA ആണ്. സോ ഇവിടെ അക്കൗണ്ടിങ് അതോടൊപ്പം ടാക്സേഷൻ ആണ് മെയിൻ ഫോക്കസ് എന്നുള്ളത്. അതോടൊപ്പം ഇതും ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് കോഴ്സാണ്. പക്ഷേ CFAയുടെ കമ്പാരിസണിൽ വരുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം CFA മെയിൻലി ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക് മാനേജ്മെൻറ്റും ഒക്കെയാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ CPA ടാക്സേഷനും ഓഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോഴ്സ് സ്വായത്തമാക്കാൻ, നേടാൻ എത്ര കാശ് ചിലവഴിക്കണം എന്ന കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. സോ ഫീസ് എങ്ങനെയാണ്? സോ എൻറോൾമെൻറ്റ് വൺ ടൈം പേയ്മെൻറ്റ് എന്നുള്ളത് $350, അതായത് $350. കറൻസി റേറ്റ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ INR USD കൺവേർഷൻ വെച്ചിട്ട്
29,000 ഇന്ത്യൻ റുപ്പീസാണ്. പിന്നീട് എക്സാമിനേഷൻ ഫീ ആണ് ഓരോ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ 75,000 മുതൽ 1,20,000 വരെ ഓരോ ലെവൽ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3. സോ ഈ പറഞ്ഞ കാര്യം മൾട്ടിപ്ലൈഡ് ഇൻറ്റു 3. സോ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ട് 75,000 ടു 1,20,000 എന്നുള്ളൊരു ഇൻ്റർവെൽ തരുന്നു, ഒറ്റ ഫിഗർ എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു രജിസ്ട്രേഷൻ സൈക്കിളാണ്. ഏർലി ഏറ്റവും പെട്ടെന്ന് രജിസ്ട്രേഷൻ എടുത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ കോഴ്സിലേക്ക് പേ ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. എക്സാമിനേഷൻ ലെവലിലേക്കുള്ള ആ ഒരു ഫീസ് പേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നീട് കോച്ചിങ് ആണ്. ഒബ്വിയസ്ലി എങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഈ കോച്ചിങ് ഫീസ് വരുന്നു എന്ന കാര്യവും അറിയണം. സോ കോച്ചിങ് ഒബ്വിയസ്ലി CFA പോലുള്ള കോഴ്സുകൾക്ക് ആവശ്യമായിട്ട് വരും. കാരണം സബ്ജക്ട്സ് എന്നുള്ളത് അത്യാവശ്യം ടഫ് തന്നെയാണ്. സോ 30,000 30,000 മുതൽ 1 lakh വരെയാണ് പൊതുവെ നമ്മുടെ കോച്ചിങ് പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓരോ ലെവലിനും വാങ്ങിക്കുന്നത്. അതായത് ഒരു ലെവലിൽ 30,000 മുതൽ 1 lakh വരെ, ലെവൽ 2ൽ സെയിം ഫിഗർ, ലെവൽ 3 സെയിം ഫിഗർ. സോ 1 lakh ആണ് ലെവൽ 1ലെങ്കിൽ ലെവൽ 2ൽ അനദർ 1 lakh, ലെവൽ 3ൽ അനദർ 1 lakh. സോ ഓരോന്നും ആഡ് ചെയ്യുമ്പോൾ 3 lakh വരും. അതല്ല നിങ്ങൾ ലക്കിയാണ്, 30,000 ആണെങ്കിൽ 30,000 പ്ലസ് 30,000 പ്ലസ് 30,000, സോ 90,000 വരുന്നുണ്ട്. സോ അങ്ങനെ വേണം കണക്കാക്കാൻ. സോ ഇത് സ്റ്റഡി മെറ്റീരിയലും കൂടിയിട്ടുള്ള ചിലവാണ്. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഏകദേശം എല്ലാ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസിലും, എസ്പെഷ്യലി നിങ്ങൾ ഫോറിൻ കൺട്രീസിലുള്ള USA, UK പോലുള്ള രാജ്യങ്ങളിലുള്ള സർട്ടിഫിക്കേഷനാണ് നേടുന്നതെങ്കിൽ ഇതിനൊരു മെയിൻ്റനൻസ് കോസ്റ്റ് കൂടിയുണ്ട്. അതായത് ഒരിക്കൽ നിങ്ങൾ ഫീസ് അടിച്ച് പേ ചെയ്ത് നേടിയാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ആ കാര്യമുണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഓരോ വർഷവും പേ ചെയ്യേണ്ടി വരും. സോ CFAയുടെ കാര്യം എങ്ങനെയാണ്? ഇത് CMA USA ആയാലും ACC ആയാലും അവിടെയൊക്കെ ഉണ്ട് ഫീ പേയ്മെൻറ്റ്. CFAയുടെ കാര്യം എങ്ങനെയാണ് എന്ന് കൂടി മനസ്സിലാക്കാം. ഒബ്വിയസ്ലി നിങ്ങൾ CFAയുടെ 3 ലെവൽസും പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ CFA പ്രോഗ്രാം ഗ്രാജുവേറ്റ് എന്ന് വിളിക്കാം. പക്ഷേ നിങ്ങളുടെ പേരിൻ്റെ കൂടെ CFA എന്ന് എഴുതി ചേർക്കണമെങ്കിൽ അതിന് 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ആദ്യത്തെ ക്രൈറ്റീരിയ എന്നുള്ളത് നേരത്തെ പറഞ്ഞ 4000 മണിക്കൂറിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഇൻ എ സ്പാൻ ഓഫ് 3 years എന്നുള്ളതും. രണ്ടാമത്തത് ഒബ്വിയസ്ലി നിങ്ങളുടെ മെമ്പർഷിപ്പാണ് CFAയുമായി ബന്ധപ്പെട്ട്, അത് റെഗുലർ ആയാലും അഫിലിയേറ്റ് ആയാലും നേടിയിരിക്കണം. മൂന്നാമത്തത് ഈ പറയുന്ന മെമ്പർഷിപ്പിനുള്ള പേയ്മെൻ്റ് ആണ്. $299 ആണ്. ഇത് ഇന്ത്യൻ കറൻസി കൺവേർഷനിൽ ഇന്നത്തെ നിരക്കിൽ നോക്കുകയാണെങ്കിൽ 25,534 ഇന്ത്യൻ റുപ്പീസ് വരുന്നുണ്ട്. സോ ഇത് ഓരോ വർഷവും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്, ഈ കാശ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം CFA പ്രതിപാദിക്കുന്ന നിയമങ്ങൾ, നിയമാവലികൾ, റൂൾസ്, എത്തിക്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. എവിടെയെങ്കിലും ഒരു ബ്രീച്ചിങ് നടന്നാൽ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ്റെ കാര്യം ഹുദാഗവ ആകും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. പിന്നീട് നമുക്ക് കാശ് പോകുന്ന കാര്യം പറഞ്ഞു, ഇനി കാശ് നേടുന്ന കാര്യം കുറിച്ച് സംസാരിക്കാം. സോ സാലറിയാണ് ഇവിടെ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്. എൻട്രി ലെവൽ ജോബിൽ, അതായത് ഏകദേശം 0 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് മുതൽ ഓൾമോസ്റ്റ് 7 years വരെയുള്ള ആ സമയത്ത് 5 മുതൽ 18 ലക്ഷം ഓരോ വർഷവും നിങ്ങൾക്ക് സാലറി ലഭിക്കും. അതായത് ഓരോ ജോബിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഏത് പ്രൊഫൈലിലാണോ ഏത് പൊസിഷനിലാണോ നിങ്ങളുടെ പൊസിഷൻ എന്നുള്ളത്, അതിനനുസരിച്ചായിരിക്കും സാലറി എന്നുള്ളത്. ഇനി എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ആണ്, അതായത് 7 to 10+ years ആണ് വർക്ക് എക്സ്പീരിയൻസ് എങ്കിൽ 22 lakhs per annum, അതായത് 22 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് ഒരു വർഷം മുതൽ 35 lakh per annum എന്നുള്ള, അതായത് 35 ലക്ഷം പെർ ആനം ഓരോ വർഷവും ലഭിക്കുന്ന സാലറിയാണ്. ഫോർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്നുള്ളതാണ് ഏറ്റവും ടോപ്പ് നോച്ച് എന്നുള്ളത്. ഇവിടെ ഏകദേശം 25 lakh per annum തൊട്ട് മുകളിലാണ് സാലറി. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് പലപ്പോഴും ചോദിക്കപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ കോഴ്സ് നൽകുന്നത് എന്നുള്ളത്. നമ്മുടെ ദ എഡ്യൂക്കേറ്റഡ് ചാനലിൽ ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും പ്രൊമോട്ട് ചെയ്തിട്ടില്ല, ചെയ്യാൻ താല്പര്യവുമില്ല ഇതുവരെ. അങ്ങനെ എന്തെങ്കിലും പ്രൊമോഷൻ നടക്കുന്നുണ്ടെങ്കിൽ പറയും. പക്ഷേ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പേര് ജസ്റ്റ് പറയുകയാണ്. നിങ്ങൾക്ക് അന്വേഷിക്കാം. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ് അതിനനുസരിച്ചുള്ള
ആ ഒരു ലൊക്കേഷൻ്റെ അടുത്തുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെറിറ്റ് അനുസരിച്ച് സെലക്ട് ചെയ്ത് പോവുക. സോ ഈ പേര് പറയുന്നത് ജസ്റ്റ് ഫോർ റെഫറൻസ്: IMS Pro School കൊച്ചി, സെൽ എഡ്യൂക്കേഷൻ കൊച്ചി, ഫിൻ ലേണിംഗ് അക്കാഡമി കൊച്ചി. സോ ഇതൊക്കെ കൊച്ചിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. സോ ഒബ്വിയസ്ലി ക്ലാസ് റൂം, ഓൺലൈൻ ട്രെയിനിങ്, ഫാക്കൽറ്റി, അതോടൊപ്പം പ്ലേസ്മെൻറ്റ് സർവീസ്, റെസ്യൂമെ ബിൽഡിംഗ്, അങ്ങനെ പല കാര്യങ്ങളും പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും നൽകുന്നുണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെ കാര്യങ്ങൾ നൽകുന്നു എന്നുള്ളത് പ്ലീസ് ചെക്ക് പേഴ്സണലി, പോയി അന്വേഷിച്ച് മാത്രം അഡ്മിഷൻ എടുക്കുക. പൊതുവെ പോയി ചെയ്ത് അഡ്മിഷൻ എടുത്ത് അവസാനം ഖേദിക്കുന്ന അവസ്ഥയിലാകരുത്. മനസ്സിലാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. ഇനി CFA കോഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒബ്വിയസ്ലി CFA എന്നുള്ള കാര്യം നിങ്ങളുടെ പേരിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നേടുന്ന ആ ക്രെഡിബിലിറ്റി, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലുള്ള ആ ഒരു കഴിവ്, അത് തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതോടൊപ്പം ഗ്ലോബൽ റെക്കഗ്നിഷൻ കൂടിയുണ്ട്, ഇതും മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം ഡീപ്പായിട്ടുള്ള ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെർട്ടീസും നെറ്റ്വർക്കിങ്ങിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഏകദേശം 1,90,000+ പ്രൊഫഷണൽ CFAയിൽ ഉണ്ട് ഗ്ലോബലി. സോ അവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ലഭിക്കുന്നു എന്ന കാര്യവും തീർച്ചയായിട്ടും CFA എന്നുള്ള കോഴ്സിൻ്റെ ആധികാരികതയാണ് കാണിക്കുന്നത്. പിന്നീട് അറിയേണ്ടത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI ആണ്. സോ നിങ്ങൾക്ക് നല്ല ജോബ് ലഭിക്കാനുള്ള, എൻഹാൻസ്ഡ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി JP Morgan, HSBC, ഗോൾഡ്മാൻ സാക്സ് പോലുള്ള എംപ്ലോയറാണ് നിങ്ങൾക്ക് ജോബ് നൽകുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, യു ആർ ഗോയിങ് ടു ഏസ് യുവർ കരിയർ വിത്ത് യുവർ CFA. സോ ഫ്രണ്ട്സ്, ഇതാണ് ഇന്ന് നമുക്ക് CFAയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പല കാര്യങ്ങളും തീർച്ചയായിട്ടും മെൻഷൻ ചെയ്തു, ചിലത് ഹൈലൈറ്റ് ചെയ്തു, ചിലത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ചില കാര്യങ്ങൾ ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാകാം. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ അറിയിക്കാം. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എപ്പിസോഡുകളോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷനോ അല്ലെങ്കിൽ ലൈവ് ആൻസർ സെഷനോ ഏതെങ്കിലും ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. സോ ഇതാണ് നമുക്ക് CFA കുറിച്ച് അറിഞ്ഞിരിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു എപ്പിസോഡ്. എങ്ങനെയുണ്ടായിരുന്നു എപ്പിസോഡ്? അതോടൊപ്പം ഇൻഫർമേഷൻ റെലവൻ്റ് ആയിരുന്നു എന്ന കാര്യമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ, ഗ്രേറ്റ് നൈറ്റ്, ഗ്രേറ്റ് ഈവനിങ്. ഏത് ടൈം സോണിലാണ് നിങ്ങളുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഒരു വിഷ് സമ്മാനിക്കുന്നു. താങ്ക് യു.